4 വർഷമായി ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു. ഞാൻ ജനുവരി 18, 2024 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഡേറ്റ് ഇട്ടാണ് പ്രാർത്ഥിച്ചത്. അതായത് ഒക്ടോബർ 31 ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പം എനിക്കെൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മുമ്പായിട്ട് കുഞ്ഞിനെ വേണമെന്ന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഫെബ്രുവരി 13 ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ ടെസ്റ്റ് പോസിറ്റീവായി. 7ാമത്തെ വീക്കായപ്പോഴത്തേക്കും ചെറുതായിട്ട് എനിക്ക് സ്പോട്ടിങ് ഉണ്ടായി. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നേരത്തെ എന്തെങ്കിലും ഓൾഡ് ബ്ലഡ് അങ്ങനെ കിടന്ന് പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് 9th വീക്കായപ്പോൾ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട് ബ്ലീഡായി. മീൻസ് എനിക്ക് വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു, വേദനയോ ഒന്നുമില്ലാതെ പെട്ടെന്നാണ് ഭയങ്കരമായിട്ട് ബ്ലീഡായത്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മെറ്റേണിറ്റിയിൽ 16 വീക്ക് കഴിഞ്ഞിട്ടാണ് ആൻറ്റിനേറ്റൽ ക്ലിനിക്കിൽ നമ്മളെ ഡോക്ടേഴ്സ് കാണത്തുള്ളൂ, അതായത് ഗൈനക്കോളജിസ്റ്റ്. പക്ഷേ അപ്പം ഞങ്ങൾ ഡയറക്റ്റ് എമർജൻസിയിലാണ് പോയത്. അവിടെ ചെന്നിട്ട് അവിടുത്തെ ഡോക്ടർ കണ്ടിട്ടാണ് പിന്നെ ഗൈനക്കിന് റെഫർ ചെയ്യുള്ളൂ. എമർജൻസിയിലാണെങ്കിലും നമ്മൾ 4 അല്ലെങ്കിൽ 5 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റുന്നത്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോഴേ ഭയങ്കര വലിയ ക്ലോട്ടായിട്ടായിരുന്നു ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടായിരുന്നത്. ഞാൻ അനങ്ങുമ്പോൾ പോലും ഇങ്ങനെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് എനിക്കറിയാം. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. ഞാനും എൻ്റെ സിസ്റ്റർ ഇൻ ലോയും കൂടെയാണ് പോകുന്നത്. ഞങ്ങളവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ അന്ന് അവിടെ ഡോക്ടറെ കണ്ടത്. അതും സാധാരണ ഒരു ഇൻറ്റേണിയാണ് കണ്ടത്. എന്നിട്ടാണ് അവർ ഗൈനക്കിന് റെഫർ ചെയ്യുന്നത്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് അത് ഒരു നോമ്പുകാലമായിരുന്നു. അപ്പം ഞാനും ചേച്ചിയും അവിടെ ഇരുന്ന് കൊന്തയിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, കുരിശിൻ്റെ വഴി ചെല്ലുന്നുണ്ടായിരുന്നു, എല്ലാം ചെല്ലുന്നുണ്ട്. അപ്പോൾ അനങ്ങുമ്പോൾ എനിക്ക് ഇങ്ങനെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുവാണ്. അപ്പം ബാത്റൂമിൽ ചെന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ട് ബ്ലീഡിങ് സ്റ്റോപ്പായോ എന്തായെന്ന്. പക്ഷേ എനിക്ക് പേടി കാരണം ചെക്ക് ചെയ്യാനും പോകാനും ഒന്നും തോന്നുന്നില്ലായിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഡോക്ടറെ കണ്ട് ഡോക്ടറെ എക്സാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ സെർവിക്സ് ഓപ്പൺ ആണ്, അപ്പോൾ അത് സ്പോണ്ടേനിയസ് മിസ്കാരേജ് ആണ് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ബ്ലീഡിങ് സ്റ്റോപ്പായിരുന്നു. ഡോക്ടർ എൻ്റെ അടുത്ത് നോക്കി 3 ഓപ്ഷൻസ് ആണോ ഉള്ളത്, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചിട്ട് പറയാം. ഒന്ന് നാച്ചുറലി പോകുന്നു, മിസ്കാരേജ് ആയി പോകും, അല്ലെങ്കിൽ സെക്കൻഡ് വേണോ മെഡിസിൻ എടുക്കാം, അല്ലെങ്കിൽ ഡിയാൻസ് ചെയ്യാം, എന്താണെന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ എപ്പം ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയാലും മാതാവിൻ്റെ കാശുരൂപവും അതുപോലെ തൈലം തൊട്ട് പ്രാർത്ഥിച്ചിട്ടേ പോകാറുള്ളൂ. അപ്പോഴും എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കാശുരൂപം ഇങ്ങനെ മുറുക്കെ പിടിച്ചിട്ട് പറഞ്ഞു, അമ്മ തന്ന കുഞ്ഞാണ് എനിക്ക് കുഞ്ഞിനെ വേണം, എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് അമ്മ എനിക്ക് പറഞ്ഞു തന്നെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് എൻ്റെ ഉള്ളിലിങ്ങനെ തോന്നുവാണ്, കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ടോ ഇല്ലയോ എന്നറിയത്തില്ലല്ലോ, അതുണ്ടോ ഇല്ലയോ അപ്പോൾ ഹാർട്ട് ബീറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ മെഡിസിൻ എടുക്കാൻ പാടില്ലല്ലോ. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ഹാർട്ട് ബീറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് അറിയുന്നതെന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സാധാരണ അവിടെ അങ്ങനെ 3 മാസം കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് സ്കാനാണേലും ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് പോലും ഗൈനക്കോളജിനെ കാണാൻ കിട്ടത്തുള്ളൂ. അതിനു മുമ്പ് വരെ നമ്മൾ മിഡ് വൈഫിൻ്റെ അപ്പോയിൻമെൻ്റ് ആണെങ്കിൽ പോലും 3 മന്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു മലയാളി ഡോക്ടറായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ ഞാൻ രജിസ്റ്ററുമായിട്ട് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ രജിസ്റ്ററുമായിട്ട് സംസാരിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഒന്ന് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പം കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ ഇപ്പോൾ ഹാർട്ട് ബീറ്റ് ഉണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം, സെർവിക്സ് ഓപ്പൺ ആണ്, എന്നാണേലും അത് കുറച്ച് ഒരിക്കലും ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ അത് ക്ലോസ് ആവില്ല, സ്പോണ്ടേനിയസ് മിസ്കാരേജ് ആയിരിക്കും, നിങ്ങൾ പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്നിട്ട് പിന്നെ അപ്പോഴും ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് മാതാവ് തന്ന കുഞ്ഞില്ലേ എന്നിങ്ങനെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ബ്ലീഡിങ് സ്റ്റോപ്പായി. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് എൻ്റെ ത്രൂ ഔട്ട് പ്രഗ്നൻസി ബ്ലീഡിങ് ഒരു സ്പോട്ട് പോലും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് എൻ്റെ പ്രഗ്നൻസിയിൽ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. എൻ്റെ ഷുഗർ ഹൈ ആയിരുന്നു, ബ്ലഡ് പ്രഷർ ഹൈ ആയിരുന്നു. എല്ലാ ആൻറ്റിനേറ്റൽ ചെക്കപ്പിന് പോയാലും എന്ന് രാവിലെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വൈകിട്ടേ വീട്ടിൽ വരാറുള്ളൂ. എന്നും എപ്പോൾ ചെന്നാലും എൻ്റെ BP ഹൈ ആയിരിക്കും. ആദ്യത്തെ ആദ്യം ചെക്ക് ചെയ്യുമ്പോൾ BP ഹൈ ആയിരിക്കും. അവരെന്നെ ഒബ്സർവേഷനിലിട്ട് 2 റീഡിങ് കഴിയുമ്പോഴത്തേക്കും BP നോർമലാകും. അങ്ങനെ അവരെന്നെ ഈവനിങ്ങിൽ വീട്ടിൽ പറഞ്ഞു വിടും. അങ്ങനെ 34 വീക്സിൽ പ്രഗ്നൻസി ആൻറ്റിനേറ്റൽ ചെക്കപ്പിന് ചെയ്യുന്നപ്പോൾ എൻ്റെ BP അപ്പോഴും ഹൈ ആയിരുന്നു. അപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ യൂറിന് പ്രോട്ടീൻ കണ്ടു. അപ്പോൾ പ്രീ എക്ലാംഷ്യ എന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നെ അഡ്മിറ്റ് ചെയ്തു ഹോസ്പിറ്റലിൽ. നമുക്ക് വെയിറ്റ് ചെയ്യാം, ബ്ലഡിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ നോക്കാം, അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തു. അങ്ങനെ 4 ദിവസം ഞാൻ
ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് കിടന്നു. അപ്പം 4ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 8-ാം തീയതിയാണ്. അപ്പം അന്ന് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. അപ്പം ഞാൻ കൊന്ത ചെല്ലുന്നുണ്ട്, എപ്പോഴും കൊന്ത ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അതുപോലെ ബൈബിളും വായിക്കുമായിരുന്നു. ഫോണിനകത്ത് ബൈബിൾ ഇങ്ങനെ പ്ലേ ചെയ്യുമായിരുന്നു, കേട്ടോണ്ടിരിക്കുമായിരുന്നു എപ്പോഴും. അതുപോലെ അച്ഛൻ്റെ ധ്യാനവും യൂട്യൂബിലെ ധ്യാനം എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അന്ന് സെപ്റ്റംബർ 8-ാം തീയതി ഞാൻ പ്രതീക്ഷിക്കുന്നതൊന്നുമില്ല, അതായത് എന്നെ ഡിസ്ചാർജ് ചെയ്യുന്നത്. ഡോക്ടർ പറയുന്നത് നമുക്ക് നോക്കാം എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അപ്രത്യക്ഷമായിട്ട് ഡോക്ടർ എന്നെ ഡിസ്ചാർജ് ചെയ്തു. പിന്നെ 36 വീക്സും 3 ഡേയ്സും ഉള്ളപ്പം എനിക്ക് ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞിനെ തന്ന് മാതാവ് അനുഗ്രഹിച്ചു. എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, പൂർണ്ണ ആരോഗ്യതയോടെയാണ് മാതാവ് എനിക്ക് തന്നത്. മാതാവിന് 1000 നന്ദി. ബൈബിൾ വായിക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ എപ്പോൾ ഡ്യൂട്ടിക്ക് പോയാലും ഈ മാതാവിൻ്റെ കൊന്തയും കാശുരൂപവും മുറുകെ പിടിച്ചുകൊണ്ടാണ് പോകുന്ന വഴി എന്നും കൊന്ത ചെല്ലുമായിരുന്നു. ഡ്യൂട്ടി ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിൽ എൻ്റെ പോക്കറ്റിൽ എപ്പോഴും ഈ കൊന്ത ഉണ്ട്, എപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഈ കൊന്ത. അതുപോലെ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പാണ് എപ്പോൾ പുറത്ത് പോയാലും ചെക്കപ്പിന് പോയാലും തൈലം വെച്ച് വയറ്റിൽ കുരിശ് വരച്ചിട്ടും നെറ്റി കുരിശ് വരച്ചിട്ട് പോകാറുണ്ട്.